ചില വിശ്വാസ സത്യങ്ങൾ. കൊച്ചുമോൻ പള്ളിക്കപ്പറമ്പിൽ ചിങ്ങവനം. മരിച്ചവർ മൗനതയിലോ? പാരമ്പര്യ സഭയുടെ വിശ്വാസ ആചാരങ്ങൾക്ക് വിപരീതമായി പഠിപ്പിക്കുന്ന ക്രമം കെട്ട ഏത് സഹോദരനോടും വിട്ടകന്ന് ജീവിക്കണമെന്നും സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ നേരിട്ട് പഠിപ്പിച്ചാലും അവനെ കൈക്കൊള്ളരുതെന്ന് പൗലോസ് പറഞ്ഞിരിക്കെ, ഇന്ന് പല പുതിയ സഭകളും വേദപുസ്തകത്തെ തെറ്റായി പല സംഗതികളും പഠിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ അവർക്ക് വേണ്ടി ബലികർമ്മങ്ങൾ നടത്തുന്നതായിട്ടോ ആവശ്യമില്ലെന്നും അവരവർ ജീവിച്ചിരുന്നപ്പോൾ അവരവർ പ്രവർത്തിച്ചതനുസരിച്ചുള്ള പ്രതിഫലം അവർക്ക് കിട്ടുകയുള്ളൂ, അതിനായി നാം പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമില്ല എന്നും ഈ കൂട്ടർ അഭിപ്രായപ്പെടുന്നു. മരിച്ചവരുടെ ആത്മാക്കൾ ഉറങ്ങുന്ന സ്ഥിതിയിൽ ആണെന്നും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ മാത്രമേ അവർ ബോധവാന്മാരാകുകയുള്ളൂ, അതുവരെ കോഴിമുട്ട വിരിയുന്നതുവരെ കോഴിക്കുഞ്ഞ് അന്ധകാരത്തിൽ ആയിരിക്കുന്ന പ്രകാരം മരിച്ചവരുടെ സ്ഥിതിയും ഇതുപോലെ ബാഹ്യലോകവുമായി ഒരു ബന്ധവുമില്ലാത്ത അവസ്ഥയിൽ ഉറങ്ങുന്ന പ്രകാരമാണെന്ന് പഠിപ്പിക്കുന്നു. എന്നാൽ ഈ ഉപദേശം താഴെ പറയുന്ന വേദഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ ശരിയല്ലെന്ന് മനസ്സിലാക്കാം. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും യഹോവയെ സ്തുതിക്കുന്നില്ല. സങ്കീർത്തനം 115:17. ഇപ്രകാരം പറഞ്ഞിരിക്കുന്നതിനാൽ മരിച്ച ആത്മാക്കൾ മൗനത്തിൽ ആണെന്ന് ഈ ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് തുടർന്ന് ഉള്ള ഭാഗം പരിഗണിക്കാതെ ഇവർ അഭിപ്രായപ്പെടുന്നു. ഈ വാക്യം തുടർന്ന് വായിച്ചാൽ, നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും. ഇവിടെ എന്നേക്കും വാഴ്ത്തപ്പെടുന്നവർ ആരാണെന്ന് യെഹെസ്കേൽ 13:10 പറഞ്ഞിരിക്കുന്ന പ്രകാരം പാപം ചെയ്ത് മരിക്കുന്ന ദേഹി മൗനത്തിലായിരിക്കും. ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുകയും പശ്ചാത്താപത്തോടെ മരിക്കുകയും ചെയ്യുന്ന ആത്മാവ് ഒരിക്കലും മരിക്കുകയില്ല. അവർ മരിച്ചാലും ജീവിക്കും. അപ്രകാരം ജീവിച്ചിരുന്നവരെ ഉദ്ദേശിച്ച് എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് ക്രിസ്തു പഠിപ്പിച്ചിരുന്നു. നിത്യജീവൻ എന്ന വാക്കിനെ കുറച്ചുനാൾ ജീവിക്കുകയും പിന്നീട് മരിക്കുകയും ചെയ്യുന്നു എന്നല്ല, നിത്യവും ജീവനുള്ള അവസ്ഥയിൽ കഴിയുന്നു എന്നാകുന്നു. ഇപ്രകാരം ജീവനുള്ള അവസ്ഥയിൽ കാണുന്ന പലരെയും കുറിച്ച് ചിന്തിക്കാം. മുൾപ്പടർപ്പിൽ വെച്ച് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാകുന്നു. എന്തുകൊണ്ടെന്നാൽ എല്ലാവരും ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും അവന് അല്ലെങ്കിൽ ദൈവത്തിന് ജീവിച്ചിരിക്കുന്നു. ലൂക്കോസ് 20:38. മോശയ്ക്ക് മുമ്പ് ജീവിച്ചിരുന്ന പിതാക്കന്മാരായവർ ദൈവത്തിന് ജീവിച്ചിരിക്കുന്നതായി നാം ഇവിടെ കാണുന്നു. യേശു മറുരൂപപ്പെട്ടപ്പോൾ ശിഷ്യന്മാർ 3 കുടിലുകൾ ഉണ്ടാക്കാൻ ഒരുങ്ങി. യേശു അപ്പോൾ മോശയും ഏലിയാവും സംസാരിക്കുന്നതായി ശിഷ്യന്മാർ ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നുവെങ്കിലും ഉണർന്ന ശേഷം കണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ അവർ അന്ന് തോന്നലോ സ്വപ്നമോ ആയിരുന്നില്ല, ഉണർന്ന ശേഷം നേരിൽ കണ്ട കാര്യമാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ മോശയും ഏലിയാവും യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഇതിൽ നിന്നും ഭൂമിയിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ ഏലിയാവും മോശയും അറിയുന്ന അവസ്ഥയിൽ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ലൂക്കോസ് 9:30. അടുത്തത്, ശൗൽ രാജാവ് ക്ഷുദ്രക്കാരിയെ കൊണ്ട് മരിച്ച ശമൂവേലിനെ വരുത്തുന്നു.
വരാനിരിക്കുന്ന യുദ്ധത്തിൻ്റെ ഭാവി പ്രവാചകനായ ശമൂവേല് വെളിപ്പെടുത്തി കൊടുക്കുന്നു. മരിച്ചുപോയ ശമൂവേൽ ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്ന സംഗതികൾ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നതായി 1 ശമൂവേൽ 28:12 വെളിപ്പെടുത്തുന്നു. അടുത്തത്, ഇസ്രായേൽ ജനം ഭൂമിയിൽ പാപം ചെയ്തത് ദൈവം കോപം നീങ്ങിക്കിട്ടുന്നതിനായി അവർക്ക് വേണ്ടി മരിച്ചുപോയ മോശയും ശമൂവേലും പ്രാർത്ഥിക്കുന്നു. യെരമ്യാവ് 15:1. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ യേശു പഠിപ്പിക്കുന്നതിൽ നിന്നും മരണാനന്തര മൗനത്തിലല്ല എന്ന് മനസ്സിലാക്കാം. ഇവിടെ ധനവാൻ തൻ്റെ സഹോദരൻ ഭൂമിയിൽ തന്നെപ്പോലെ ജീവിച്ച് തൻ്റെ അവസ്ഥ അനുഭവിക്കാൻ ഇടയാക്കരുതെന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ അവസ്ഥ എങ്ങനെ ഉറങ്ങുന്ന അവസ്ഥയായിത്തീരും? പ്രകാരം തെറ്റായ ധാരണ ഉളവാക്കുന്ന ഉപമ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുമോ? ലൂക്കോസ് 16:24. യേശു വലത്തുഭാഗത്തെ കള്ളനോട് ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിൽ ഇരിക്കും. ലൂക്കോസ് 23:43. അല്ലാതെ ഉറങ്ങുന്ന അവസ്ഥയിൽ അല്ല. യേശു മരണാനന്തരം ജലപ്രളയത്തിൽ നോഹയുടെ കാലത്ത് അനുസരിക്കാത്ത ആത്മാക്കളോട് സുവിശേഷം അറിയിച്ചു. 1 പത്രോസ് 4:6. മരിച്ചവർ മൗനത്തിലാണെങ്കിൽ ഈ സുവിശേഷം എങ്ങനെ അവർ ഗ്രഹിക്കും? യേശു ജനിച്ച ശേഷം ഹെരോദവ് രാജാവ് ആൺകുഞ്ഞുങ്ങളെയെല്ലാം 2 വയസ്സിന് താഴെയുള്ളവരെ വധിക്കാൻ കൽപ്പന കൊടുത്തു. ഇപ്രകാരം വാളാൽ തൻ്റെ കുഞ്ഞുങ്ങൾ മരിക്കുന്നതിനിടയായ സംഭവം വാങ്ങപ്പെട്ടു പോയ പർദീസയിലിരിക്കുന്ന റാഹേൽ ഓർത്ത് അവളുടെ കൊച്ചുമക്കളെ ഓർത്ത് വിലപിക്കുന്നതായി മത്തായി 2:17 വായിക്കുന്നു. അപ്പോൾ റാഹേലും ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള തെളിവാണ്. പൗലോസ് താൻ വാങ്ങിപ്പോയ ക്രിസ്തുവിനോടുകൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയർ 1:23. മൗനത്തിൽ ഉറങ്ങാനാണോ പൗലോസ് ആഗ്രഹിച്ചത്? താൻ സുബോധത്തോടുകൂടി ദൈവത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തോടുള്ള സംസർഗത്തിൽ ഇരിക്കാനല്ലേ താൻ വാങ്ങിപ്പോകാൻ ആഗ്രഹിച്ചത്? ആദി കാലം മുതലേ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. യാക്കോബിനു വേണ്ടി 70 ദിവസം വിലപിച്ചു. ഉൽപ്പത്തി 50:3. മോശ മരിച്ചതിന് ഇസ്രായേൽ മക്കൾ മോവോബ് സമഭൂമിയിൽ 30 ദിവസം കരഞ്ഞുകൊണ്ടിരുന്നു. ആവർത്തനം 34:8. അഹ്റോൻ മരിച്ചതിന് സഭയെല്ലാം 30 ദിവസം വിലപിച്ചു. സംഖ്യാപുസ്തകം 20:29. അഹ്റോൻ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോൾ ഇസ്രായേൽ ഗോത്ര പിതാക്കന്മാരുടെ പേരുകൾ ഓർമ്മിച്ച് പ്രാർത്ഥിക്കുന്നു. പുറപ്പാട് 28:29. കർമ്മേൽ പർവ്വതത്തിൽ ഏലിയാവ് ബലി അർപ്പിച്ചപ്പോൾ ഗോത്രപിതാക്കന്മാരുടെ ഓർമ്മകൾക്ക് 12 കല്ലുകളെടുത്ത് യാഗപീഠം പണിതതായി നാം വായിക്കുന്നു. 1 രാജാക്കന്മാർ 18:31. അവർ ശൗലിന് വേണ്ടിയും അവൻ്റെ പുത്രനായ യോനാഥാന് വേണ്ടിയും വാളാൽ വീണുപോയ ഇസ്രായേൽ പുത്രന്മാർക്ക് വേണ്ടിയും സന്ധ്യ വരെ വിലപിച്ച് നോമ്പ് ആചരിക്കുകയും ചെയ്തു. 2 ശമൂവേൽ 1:12. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നടത്തിയവരെ ഓർത്തുകൊള്ളണം. എബ്രായർ 13:7. നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതെ ഇരിക്കരുത്. 1 തെസലോനിക്കർ 4:13. അതിൻ്റെ അർത്ഥം അവരെ ഓർമ്മിക്കണമെന്നല്ല, അവരോടുള്ള സംസർഗത്തിൽ നമ്മളുടെ പ്രാർത്ഥന മൂലം ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. പൗലോസ് ഒനേസിഫോറിനും അവൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2 തീമോത്തിയോസ് 1:16. 2 തീമോത്തിയോസ് 4:19. വിധവയുടെ
മക്കളോട് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യണമെന്ന് ഉപദേശിക്കുന്നു. ഇവിടെ അപ്പന് പ്രത്യുപകാരം ചെയ്യുന്നത് പ്രാർത്ഥനയല്ലാതെ മറ്റെന്താണ്? ഒരു വിധവ എന്ന് പറയുമ്പോൾ അപ്പനില്ലാത്ത മക്കളല്ലേ? അവർ ആർക്കു വേണ്ടിയാണ് പ്രത്യുപകാരം ചെയ്യുന്നത്? എപ്രകാരമാണ്? അവർക്ക് വേണ്ടിയുള്ള പാപമോചനത്തിനായുള്ള പ്രാർത്ഥനയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. യുദ്ധത്തിൽ മരിച്ചുപോയ യഹൂദന്മാർക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ ജെറുസലേം ദേവാലയത്തിൽ പോയി നേർച്ച അർപ്പിച്ചതായി 2 മക്കബായക്കാർ 12:43 രേഖപ്പെടുത്തിയിരിക്കുന്നത് വാങ്ങപ്പെട്ടവരുടെ പാപമോചനത്തിനായി അവർ ബലി അർപ്പിച്ചതിൻ്റെ തെളിവാണ്. മരണാനന്തരം വിശ്വാസികളുടെ ആത്മാക്കൾ അബ്രഹാമിൻ്റെ മടിയിൽ അഥവാ പർദീസായിൽ വലതുഭാഗത്തെ കള്ളൻ ആദ്യമായി പ്രവേശിച്ചിടത്തേക്ക് പോകുന്നു. 2 കോരിന്ത്യർ 12:3, ലൂക്കോസ് 23:43, വെളിപാട് 2:7. ഇപ്രകാരമുള്ള വേദവചനങ്ങളും വാക്യങ്ങളും നമ്മെ നമ്മുടെ വാങ്ങപ്പെട്ടു പോയവരുടെ ദിവസങ്ങൾ വരുമ്പോൾ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ ഇടയാകാതെ പോയതിൻ്റെ പാപമോചനത്തിനായും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും സാധുക്കൾക്ക് അവരുടെ നാമത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്ത് അവരുടെ ആത്മാക്കൾക്ക് ആ മോചനം ലഭിക്കുവാനും ഇടയാകുവാൻ തക്കവണ്ണം നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ് ശരിയായ സഭയുടെ വിശ്വാസം. താങ്ക് യു.